കത്വ ഫണ്ട് തട്ടിപ്പ് കേസിൽ യൂത്ത് ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി പി.കെ. ഫിറോസിനും അഖിലേന്ത്യാ സെക്രട്ടറി സി.കെ. സുബൈറിനുമെതിരെയുള്ള കേസിലെ നടപടി ഹൈക്കോടതി സ്റ്റേ ചെയ്തു. 3 മാസത്തേക്കാണ് സ്റ്റേ. കത്വ പെൺകുട്ടിക്കായി ശേഖരിച്ച തുകയിൽ 15 ലക്ഷം രൂപ പി.കെ. ഫിറോസും സി.കെ. സുബൈറും വകമാറ്റി ചെലവഴിച്ചെന്നായിരുന്നു പരാതി. കൂടുതൽ വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്ന് ഷപ്ന സിയാദ് ചേർന്നു. ഷപ്ന, ഈ സ്റ്റേ അനുവദിക്കാനുണ്ടായ സാഹചര്യം എന്താണിപ്പോൾ? ലക്ഷ്മി, കത്വ ഫണ്ട് തട്ടിപ്പുമായി ബന്ധപ്പെട്ട് പി.കെ. ഫിറോസിനും സുബൈറിനുമെതിരെ നേരത്തെ കുന്നമംഗലം പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിരുന്നു. ഈ പോലീസ് റിപ്പോർട്ടിൽ ഇത്തരത്തിലൊരു തട്ടിപ്പ് ഉണ്ടായിട്ടില്ല എന്ന രീതിയിലുള്ള റിപ്പോർട്ടാണ് മുൻപ് പോലീസ് സമർപ്പിച്ചിരുന്നത്. എന്നാൽ കോടതി ഈ റിപ്പോർട്ട് അംഗീകരിക്കാതെ ഇവർക്ക് സമൻസ് അയച്ചിരുന്നു. കഴിഞ്ഞ ആഴ്ചയിൽ ഇവർ കോടതിയിൽ ഹാജരായി ഈ കേസുമായി ബന്ധപ്പെട്ട് കുന്നമംഗലം കോടതിയിൽ നിന്ന് ജാമ്യം എടുക്കുകയും ചെയ്തിരുന്നു. തുടർന്നാണ് ഈ കേസിലെ നടപടികൾ സ്റ്റേ ചെയ്യണം എന്നാവശ്യപ്പെട്ട് ഹൈക്കോടതിയെ സമീപിച്ചത്. ഹൈക്കോടതി ഇപ്പോൾ ഇവരുടെ ഹർജി പരിഗണിച്ച് 3 മാസത്തേക്ക് സ്റ്റേ ചെയ്തിട്ടുണ്ട്. ഈ കേസിലെ തുടർ നടപടികളാണ് സ്റ്റേ ചെയ്തിട്ടുള്ളത്. ജസ്റ്റിസ് ബെച്ചു കുര്യൻ തോമസിന്റേതാണ് ഉത്തരവ്. ഇനി 3 മാസത്തിന് ശേഷം ഈ ഹർജി വീണ്ടും പരിഗണിക്കും. നിലവിൽ കുന്നമംഗലം കോടതിയിൽ നടക്കുന്ന നടപടികൾ ാണ് നിർദ്ദേശം. കത്വ ഫണ്ട് തട്ടിപ്പ് കേസിലാണ് പി.കെ. ഫിറോസിനും സി.കെ. സുബൈറിനുമെതിരായ കേസിലെ നടപടികൾ ഹൈക്കോടതി 3 മാസത്തേക്ക് സ്റ്റേ ചെയ്തിരിക്കുന്നത്. വിവരങ്ങൾ നൽകുകയായിരുന്നു ഷപ്ന സിയാദ്.